ഇങ്ങനെ റിവേഴ്സ് ആയിട്ട് പടം വരച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ പ്ലാൻ വരച്ചു കൊടുക്കുന്നു. കാണുന്ന ക്ലയന്റ് വളരെ ഹാപ്പിയാണ്. പക്ഷെ ഇത് ചെയ്യുന്ന ഇത്തരത്തിലൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവിനൊരു ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ടാവില്ലേ? എന്താണ് സാർ അനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട്? ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊരു പെർഫോം ചെയ്യാനല്ല ഈ വരക്കുന്നത്. ഇത് അങ്ങ് സംഭവിച്ചു പോകുന്നതാണ്. ഇപ്പോൾ പണ്ട് ശ്രീനിവാസന്റെ ഒരു ഇന്റർവ്യൂവിൽ ഇംപ്രസ് ചെയ്യാനല്ല. പണ്ടൊരു ശ്രീനിവാസന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരാൾ നടന്നു പോകുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് നടന്നു പോകണതുപോലെ കണ്ട് അപ്പോൾ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇതും. എന്ന് വെച്ചാൽ ഇതൊന്നും ഇത് സംഭവിക്കുന്നത് ഇന്നതുപോലെ ആകാൻ വേണ്ടിയല്ല നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ ബലഹീനത ബ്രെയിൻ്റെതാണോ അല്ല അതിൻ്റെ പോസിറ്റീവ് ആണോ എന്ന് എൻ്റെ ഡിസൈനാണ് അത് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഇത് എന്തുകൊണ്ടാണെന്ന് ഞാനും എൻ്റെ ടീമുകൾ സ്റ്റഡി നടത്തിയത്. അതുകൊണ്ടാണ് ഞാൻ ബുക്ക് ഓഫ് റെക്കോർഡ് ചെയ്തതും കൈയെടുക്കാതെ വരച്ചിട്ടും അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ ഇട്ടത് അതിനു വേണ്ടിയാണ്. കാര്യം ഇത് പ്രൂവ് ചെയ്ത് വെക്കണമല്ലോ. പിന്നെ ഇത് ആർക്കിടെക്ചറിലാണെങ്കിൽ തന്നെ നമ്മളൊരു അടയാളപ്പെടുത്തലാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടാതെ എനിക്കൊന്നും കൂടി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ഈ കണ്ണമാലി പള്ളി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കോൺസെപ്റ്റ്, മ്യൂസിയം പള്ളി ചെയ്യുന്ന സമയത്ത് എൻ്റെ കോൺസെപ്റ്റ് ഡിസൈൻ ചെയ്തു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് ആശയം വന്നത് സെയിൻറ്റ് ജോസഫ് എന്ന് പറയുന്നത് സെയിൻറ്റിൻ്റെ പടങ്ങൾ കാണുമ്പോൾ, ജീസസിൻ്റെ ഫാദറിൻ്റെ പടങ്ങൾ കാണുമ്പോൾ അദ്ദേഹം കയ്യിലൊരു പൂവ് എടുത്തു വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ ആ പൂവിൻ്റെ ആശയത്തിൽ നിന്നാണ് ഞാൻ അതിൻ്റെ പള്ളിയുടെ ഫ്രണ്ടിലെല്ലാം ഇങ്ങനെ ഒരു ആർച്ച് പോലെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് ആ പള്ളി ഡിസൈൻ ചെയ്യുന്നത്. ഡിസൈൻ ചെയ്തപ്പോൾ സ്ട്രക്ചർ എഞ്ചിനീയർ റിജക്റ്റ് ചെയ്തു. സ്ട്രക്ചർ എഞ്ചിനീയറിനോട് പറഞ്ഞ് അത് ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ നമ്മൾ ഓരോ വഴികളിലേക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് സ്റ്റോറി ഉണ്ടാവും, പഴയ പേജ് വർക്ക്. എൻ്റെ ഒരു കാലത്ത് എൻ്റെ വയറ്റിപ്പഴപ്പിന് ഉപയോഗിച്ചുകൊണ്ടെന്ന് വെച്ചൊരു മാർഗ്ഗമായിരുന്നു ക്രിസ്മസ് നാളിൽ നക്ഷത്രങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുക എന്നുള്ളത്. അതൊക്കെ എൻ്റെ 8ഉം 10ഉം വയസ്സിലാണ് ഞാൻ ആ പണികൾക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, വീട്ടിൽ കിട്ടുന്ന സമയത്ത് രാത്രി ഇരുന്നുകൊണ്ട് ഈറ്റ ചീവി നക്ഷത്രം ഉണ്ടാക്കിയിട്ട് കടകളിൽ കൊണ്ട് വിൽക്കുമായിരുന്നു. ഈ സ്ട്രക്ചറിൻ്റെ കോൺസെപ്റ്റിലേക്ക് പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പണി വീണ്ടും എടുത്തു. ഞാനത് ഈറ്റ കൊണ്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കുന്ന ലാഘവത്തിൽ ഈ കറക്റ്റായിട്ട് മോഡൽ ഉണ്ടാക്കി ഈറ്റ കൊണ്ട് കെട്ടിയിട്ട് ഞാനത് സ്ട്രക്ചർ എഞ്ചിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ച് കൊടുത്തു. സാർ ഇതിങ്ങനെ ചെയ്താൽ കണക്ട് ചെയ്യാൻ പറ്റില്ല ബീമിലേക്ക്, 8 നില 10 നില പൊക്കത്തിലേക്ക് ഈ റൗണ്ട് ആർച്ച് ചെല്ലുമ്പോൾ നമുക്കിത് കണക്റ്റ് ആവൂലേ, അപ്പം ഇത് ബീം നിൽക്കൂലേ എന്ന് വെച്ചപ്പോൾ നിൽക്കും. അപ്പം ഇതെല്ലാം കണക്റ്റഡ് ആണെന്ന് പറയണം, നിർമ്മാണത്തിൻ്റെ രീതികളിലല്ല.